ഹലോ, കുറേ കാലമായിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ ഇടാത്തതിന് റീസൺ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. എനിക്കതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മടി കാരണമാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എന്തായാലും കുറേ കാലം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണത്. കുറേ കാലം എന്ന് പറയാൻ കുറച്ചായി, ഒരു 3-4 ആഴ്ചയായി, ഏകദേശം 1 മാസമായി. വിഷുവിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ആദ്യമായിട്ടാണ് വീട്ടിൽ അല്ലാതെ ഒരു വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തലേദിവസം കണിയൊക്കെ വെച്ചിട്ട് വീട്ടിലല്ലാതെ ഒരു വിഷു എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് വിഷുവിൻ്റെ ദിവസം ക്ലാസ്സിലൊക്കെ പോണത്. ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല കേട്ടോ. രാവിലെ നീച്ച് കണിയൊക്കെ കണ്ട് ഫുഡ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പോയി, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് കഴിച്ചു. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു റാൻഡം വീക്ക് ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചുള്ളത്. ആ സമയത്ത് വിഷു ആയതുകൊണ്ട് എനിക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ ഒരു പെർഫെക്റ്റ് വീക്ക് ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. പല പല തവണയായിട്ടുള്ള ഏതൊക്കെയോ ഒരു ദിവസങ്ങളൊക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഏകദേശം എല്ലാ വീക്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സീനൊന്നുമില്ല. ഞാൻ ഈ വീഡിയോയിൽ ഏതൊക്കെ വീക്കിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളതും ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നമുക്കിവിടെ നോർമലി ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻസൊക്കെ വളരെ കുറവാണ് കേട്ടോ. ചിലപ്പം ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടാവും. ഒരു 3-4 മണിക്കൂർ, ഇതിൽ കൂടുതലൊന്നും ക്ലാസ് നമുക്കില്ല. ഈ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഷെഡ്യൂളൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ. ഈ പോർഷൻസ് തീരാത്ത സമയത്ത് ടീച്ചേഴ്സ് എക്സ്ട്രാ ക്ലാസ്സസ് വയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ഒരു ഡേ ഫുൾ ക്ലാസ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് നോർമലി നമുക്കിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനത്തെ ക്ലാസ്സിൻ്റെ പരിപാടികളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയം നമുക്ക് കിട്ടലുണ്ട്. പക്ഷേ കിട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്നുള്ളതും ഞാൻ ആലോചിക്കലുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട്ലാമ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റ് പോകേണ്ടി വന്നിരുന്നു കേട്ടോ. കട്ട്ലാമ എന്താണെന്ന് വെച്ചാൽ ഈ പൊറോട്ടേൻ്റെ ടേസ്റ്റാണ്. പക്ഷേ പൊറോട്ട നമ്മൾ ചുറ്റിയിട്ടല്ലേ പരത്തുക, ഇത് നേരെ പരത്തി അങ്ങനെ ഉണ്ടാവും. അതാണ് കട്ട്ലാമ. ഇവിടുത്തെ കറൻസി നമ്മൾ സോമിലാണ് കേട്ടോ പറയുക. കട്ട്ലാമ വാങ്ങിക്കാൻ നമുക്ക് 44,000 സോമായിട്ടുണ്ട്. അതായത് ഇന്ത്യൻ മണി ഒരു 290 രൂപേൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. സർപ്രൈസായിട്ട് വാങ്ങി തന്നാണേ. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി. സ്കിൻ ടോണൊക്കെ ഇന്ത്യയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊക്കെ ടെസ്റ്റ് ചെയ്ത് അറ്റ് ലാസ്റ്റ് ആ ലിപ്സ്റ്റിക്ക് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തന്നെ. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വാങ്ങിച്ച് തന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്തപ്പോൾ പോലും ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ഓരോരുത്തരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പോകും എന്നുള്ളത് അറിയാമല്ലോ. പക്ഷേ ഇതിൽ ഞാൻ സർപ്രൈസ് ആയിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് മെഡ് ബയോൻ്റെ ക്ലാസ് ആണ് കേട്ടോ ഉള്ളത്. അതിലെ ക്ലിപ്സാണ് ഈ കണ്ടിട്ടുള്ളത്. നമ്മൾ ഡെർമറ്റോഗ്രാഫിക്സ് ചെയ്യാണ്. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഡിസീസസ് നമുക്ക് ജനറ്റിക്കലി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു വീക്കിൽ നമുക്ക് 5 സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അനാട്ടമി, ഹിസ്റ്റോളജി, മെഡ് ബയോ, മെഡ് കെം, ഇംഗ്ലീഷ്. ഇതാണ് നമുക്ക് സബ്ജക്റ്റ് ഉള്ളത്. സാറ്റർഡേ സൺഡേ ലീവാണ്. ഈ സാറ്റർഡേ സൺഡേ ലീവ് വരുന്നത് ഓരോ ബാച്ചിനും ഓരോ രീതിക്കാണുള്ളത്. സൺഡേ എല്ലാവർക്കും ലീവുണ്ട്. പിന്നെ ഓരോ ബാച്ച് വൈസാണ് ലീവ് കൊടുക്കുക. അങ്ങനെ ഒരു വീക്ക് കഴിയാനായി. നമുക്ക് ഈ വീക്കിലെ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഹിസ്റ്റോളജിയാണ് ലാസ്റ്റ് ക്ലാസ് വരുന്നത്. ഉച്ചയ്ക്കാണ് കേട്ടോ ഹിസ്റ്റോളജി ഉണ്ടാവല്. അങ്ങനെ ഹിസ്റ്റോളജിയുടെ ലെക്ചർ ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു. നമുക്ക് ആക്ച്വലി ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ അത്യാവശ്യം നല്ല സമയം കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ക്ലാസ് ഇത്ര സമയമാകുമ്പോൾ റൂമിൽ ചെന്നാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു വീക്കിൽ എന്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്.